21ാം വയസ്സിൽ പാലയുടെ മുനിസിപ്പൽ ചെയർമാൻ ആകാൻ പോകുന്ന ദിയ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ദിയ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെള്ളിയിട്ടും പാല എന്ന് പറയുന്നത് നഗരസഭയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നിൽ തന്നെയാണ്. എന്നാലും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുറേ പ്രോജക്ട്സ് തുടങ്ങി വെച്ചിട്ട് അത് പകുതി വഴിക്ക് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. ഇതൊക്കെ ഒന്നുകൂടെ എടുത്ത് നോക്കി ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കണം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒത്തിരി മോഡിഫൈ ചെയ്യാനുണ്ട്. അതിന് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരിക്കാം. അതൊക്കെ ഒന്ന് എനിക്ക് വിലയിരുത്തി അതൊന്ന് ബാക്കി പഠിക്കണം എന്നുണ്ട്. ഇപ്പം ഹോസ്പിറ്റൽസ് ആണെങ്കിലും പല ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ അതിനിപ്പം സ്കാനേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ലിഫ്റ്റ് വർക്കിംഗ് അല്ല, അല്ലെങ്കിൽ കുറേ ബേസിക് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന് വേണ്ട കാര്യങ്ങളെല്ലാം അത് ലാക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം. പിന്നെ സാർ പറഞ്ഞ പോലെ ഒന്ന് മഴ പെയ്താൽ ഇവിടെ ഒത്തിരി സ്ഥലങ്ങളിൽ ഡ്രെയിനേജ് പ്രോബ്ലംസ് ഉണ്ട്. ഡ്രെയിനേജ് പ്രോബ്ലംസ് ഫിക്സ് ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ മാലിന്യം, ഈ മഴ പെയ്യുമ്പോൾ വേറൊരു നമ്മൾ വലിയായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് മാലിന്യം. അപ്പോൾ അത് മീനച്ചിലാറിലേക്ക് പൊല്യൂട്ട് ആവാതെ മാലിന്യ സംസ്കരണത്തിന് ഒരു ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്ലാൻസ് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യണം. പിന്നെ നമുക്ക് തെരുവുനായ ശല്യമുണ്ട്. അതിപ്പോൾ അതിന്റെ ലീഗാലിറ്റി അനുസരിച്ച് അതൊന്ന് ഫിക്സ് ചെയ്യണം. തൊഴിലുറപ്പ് കുറച്ചുകൂടെ അത് മെച്ചപ്പെടുത്താനുണ്ട്. അത് ചെയ്യണം. ഗതാഗത കുരുക്കുണ്ട്. ഇവിടെ റോഡാണെങ്കിലും ഒത്തിരി സ്ഥലത്ത് അത് പോയി കിടപ്പുണ്ട്. അതെല്ലാം പ്രയോറിറ്റി ബേസിസിൽ അതൊന്ന് ഫിക്സ് ചെയ്യണം എന്നുണ്ട്. പിന്നെ പുതിയതായിട്ടുള്ള പ്ലാൻസ് ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു അടിത്തറ ഇട്ട് ചെയ്യണം. കാരണം ഇനി വരുന്ന ആരാണെങ്കിലും അവർക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ ഒരു നല്ലൊരു അടിത്തറ ഇട്ട് പ്ലാൻസ് തുടങ്ങി വെക്കണം. പിന്നെ ജനങ്ങളുടെ നന്മ, അവരുടെ ഇപ്പം എല്ലാ വീട്ടിലും ഇപ്പം നമ്മൾ പാല എടുത്ത് നോക്കില്ലേ, കോട്ടയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം കുറവുള്ള ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് പാല. അപ്പം അവർക്ക് ഓരോ ലൈഫിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നൊന്നായിട്ട് എത്തിക്കണം. അവർക്ക് എല്ലാവർക്കും ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള എല്ലാം പാല നമുക്ക് ലീഗാലിറ്റി അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും അവരിലേക്ക് എത്തിക്കണം. ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സർക്കാർ, സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റും തരുന്ന ഫണ്ട്സ് ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കണം. ഇതൊക്കെയായിരിക്കും എൻ്റെ ബേസിക് ആയിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഗോൾസ്. ഇതൊക്കെയാണ് ഈ ഒരു നഗരസഭയിലെ ഇപ്പം അധ്യക്ഷനായിട്ട് ഇപ്പം ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്കും വൈസ് ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ളവർക്കും എല്ലാവർക്കും നാടിന്റെ നന്മ, പാലായുടെ വികസനം തന്നെ ആയിരിക്കും ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ബാക്കിയെല്ലാം പൊളിറ്റിക്സ്, അതിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനിയെല്ലാം അടുത്ത 5 വർഷത്തേക്ക് ഇവരുടെ നാട്ടുകാരുടെ നന്മയാണ്. അപ്പം ഇതിലൊത്തിരി രാഷ്ട്രീയമുണ്ട്. എല്ലാ രാഷ്ട്രീയത്തെയും ബഹുമാനിച്ച് അവരെ എല്ലാവരെയും ഒത്ത് കൊണ്ടുപോകുന്നത് തന്നെയായിരിക്കും നമ്മുടെ വിജയം. എന്തായാലും ദിയ ആമുഖം കലക്കി, വളരെ ക്ലാരിറ്റിയോടുകൂടി. 21 വയസ്സേ ഉള്ളൂ ദിയയ്ക്ക്, പക്ഷെ നല്ല കാഴ്ചപ്പാടുണ്ട് തന്റെ തദ്ദേശഭരണ സ്ഥാപനത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച്. അതിന് ഞാൻ ആദ്യമേ വ്യക്തിപരമായി അഭിനന്ദിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം.